നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിൽ വേണ്ട യൂറോപ്പിലേക്ക് പോയത് ഇന്ത്യൻ ടീമിന് വലിയ രൂപത്തിൽ ദുരന്തമാണ് വരുത്തി വച്ചിരിക്കുന്നത്. അയർലൻഡിൽ പരമ്പര 2-0 തോറ്റു. ഇത് ഇംഗ്ലണ്ടിൽ ഒരു കളി മഴ പെയ്ത് പോയതുകൊണ്ട് അത് തോറ്റില്ല. ബാക്കി 4 കളികൾ തോറ്റ് 4-0 പരമ്പര അടിയറവ് വെച്ച് അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം സീരീസായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ത്യാസ് വേഴ്സ്റ്റ് പെർഫോമൻസ് ഇൻ T20 സീരീസ് എവർ. എക്കാലത്തെയും മോശം, ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനമാണ് T20യിൽ നടന്നിരിക്കുന്നത്. ആദ്യ T20 മത്സരം മഴ പെയ്തതുകൊണ്ട് നോ റിസൾട്ടായി. രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് 4 വിക്കറ്റിന് വിജയിച്ചു. മൂന്നാം മത്സരത്തിൽ ഇംഗ്ലണ്ട് 125 റൺസിന് വിജയിച്ചു. നാലാം മത്സരത്തിൽ ഇംഗ്ലണ്ട് 9 വിക്കറ്റിന് ജയിച്ചു. ഇപ്പോൾ ഇന്നലെ നടന്ന മത്സരം അവർ 50 റൺസിന് മുകളിൽ 56 റൺസിൻ്റെ വിജയം അവർ സ്വന്തമാക്കുന്ന കാഴ്ച കണ്ടു. ഇതോടുകൂടി ഇന്ത്യയുടെ T20I ക്രിക്കറ്റിലെ വേൾഡ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നഷ്ടമായിരിക്കുന്നു. ഇംഗ്ലണ്ടാണിപ്പോൾ T20Iയിൽ 1-ാം സ്ഥാനത്ത്. ഇന്ത്യ 2022 ഫെബ്രുവരി 1 വേൾഡ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തേക്ക് കയറിയതാണ്. പിന്നെ ഒരു തേരോട്ടമായിരുന്നു. 2024 T20 വേൾഡ് കപ്പ് നേടി, 2026 T20 വേൾഡ് കപ്പ് നേടി. 4 വർഷക്കാലം നമ്മൾ ആ 1-ാം സ്ഥാനത്ത് നിന്നിട്ട് ആ സ്ഥാനം നഷ്ടമായിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഈ ഒരു ഡൗൺഫോൾ, ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ടീം ഇന്ത്യക്ക് തിരികെ വരാൻ പറ്റട്ടെ. അടുത്ത സീരീസ് സിംബാബ്വെക്കെതിരെയാണ്, അത് ജയിക്കും. അങ്ങനെ തിരിച്ചു വരവിനുള്ള വഴി വെട്ടുമെന്ന് തന്നെ കരുതാം. എന്നാലും ഹാരി ബ്രൂക്കിൻ്റെ പ്രകടനം നമ്മൾ എടുത്തു പറയണം. അദ്ദേഹം ഈ സീരീസിൽ പ്ലെയർ ഓഫ് ദി സീരീസ് ആയിട്ട് മാറി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആ ഒരു പ്രകടനം സീരീസിലുടനീളം നമ്മൾ കാണുകയും ചെയ്തു. ഈ 5-ാം മത്സരത്തിൽ സംഭവിച്ചത്, ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്ത് 20 ഓവറിൽ 3 വിക്കറ്റിന് 257 റൺസ് അടിച്ചപ്പോൾ ഇന്ത്യ 20 ഓവറിൽ 8 വിക്കറ്റിന് 201 റൺസാണ് അടിച്ചത്. ഒടുവിൽ സഞ്ജുവിനെ വീണ്ടും കളിപ്പിച്ചു എന്നത് മാത്രമുണ്ട് മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് ആശ്വസിക്കാൻ. പക്ഷേ ടീം ഇന്ത്യ പരാജയപ്പെട്ടത് വലിയ വേദനയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനായിട്ട് സാൾട്ട് 6 റൺസുമായിട്ട് മടങ്ങിയെങ്കിലും ബട്ട്ലറും ഹാരി ബ്രൂക്കും ചേർന്ന് പൊളിച്ചടുക്കിയായിരുന്നു. ബട്ട്ലർ 64 പന്തിൽ നിന്ന് 12 ഫോറും 8 സിക്സറും അടക്കം 131 റൺസ് അടിച്ചപ്പോൾ ഹാരി ബ്രൂക്ക് 45 പന്തിൽ 4 ഫോറും 8 സിക്സും അടക്കം 95 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. ബെത്തൽ ഗോൾഡൻ ഡക്കായി. വിൽ ജാക്സ് 7 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. അങ്ങനെ അവരൊരു ഗംഭീര സ്കോർ പടുത്തുയർത്തി. ഇന്ത്യക്ക് വേണ്ടി പ്രിൻസ് യാദവ് ബൗൾ ചെയ്ത് 4 ഓവറിൽ 60 റൺസാണ് കൊടുത്തത്. എന്നാൽ അക്സർ പട്ടേലോ 4 ഓവറിൽ 63 റൺസാണ് വിട്ടുകൊടുത്തിരുന്നത്. അങ്ങനെ മോശം ബൗളിംഗ് പ്രകടനം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. ഏതായാലും ഇന്ത്യയുടെ മറുപടി ബാറ്റിങ്ങിൽ അഭിഷേക് ശർമ്മ 3 റൺസുമായിട്ട് മടങ്ങി. സഞ്ജു 2 സിക്സറും 3 ഫോറും ഒക്കെ ആയിട്ട് പ്രതീക്ഷ ഉണർത്തിയെങ്കിലും 14 പന്തുകളിൽ നിന്ന് 27 റൺസ് എടുത്ത് നിൽക്കവേ സാം കറിൻ്റെ പന്തിൽ ബെത്തൽ പിടിച്ച് പുറത്തായി. ഇഷാൻ കിഷൻ 35 പന്തിൽ 56 റൺസുമായിട്ട് മികച്ച ഒരു ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട്. ശ്രേയസ് അയ്യർ 16 പന്തിൽ 58 റൺസ്. തിലക് വർമ്മ നല്ല രൂപത്തിൽ ഫൈറ്റ് ബാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അതുകൊണ്ട് മതിയാവുമായിരുന്നില്ല ടീം ഇന്ത്യയെ വിജയിപ്പിക്കാൻ. 25 പന്തിൽ നിന്ന് 3 ഫോറും 4 സിക്സും അടക്കം അദ്ദേഹം 53 റൺസ് അടിച്ചു. ശിവൻ ദ്യൂബെ 14, ഷെഡ്ഗെ 7, അക്സർ പട്ടേൽ 3. ഇങ്ങനെ പോയി മറ്റു ബാറ്റർമാരുടെ സംഭാവന. ഒടുവിൽ അർഷ്ദീപ് സിംഗ് 4 റൺസുമായിട്ടും പ്രസിദ്ധ കൃഷ്ണ 1 റൺസുമായിട്ടും ഇന്ത്യ തോൽക്കുമ്പോൾ കളിക്കളത്തിലുണ്ടായിരുന്നു. സാം കരൻ 4 ഓവറിൽ 36 റൺസിന് 3 വിക്കറ്റിൻ്റെ കിടലൻ ബൗളിംഗ് നടത്തി. ആദിൽ റഷീദ് 3 ഓവറിൽ 24 റൺസിന് 2 വിക്കറ്റും പിഴുതു. ഏതായാലും ടീം ഇന്ത്യക്ക് 5 മത്സരങ്ങളുടെ T20 പരമ്പരയിൽ 4-0 പരാജയം. ഇത് ഒരു നാണക്കേടിൻ്റെ കണക്കാണ്. 4-0 പരാജയപ്പെടുക വേഴ്സ്റ്റ് എവറാണ്. ടീം ഇന്ത്യ തിരികെ വരുമെന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.